സപ്ലൈകോയുടെ പേരിൽ വൻ തട്ടിപ്പ്. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പർ ദുരുപയോഗം ചെയ്തുമാണ് 7 കോടിയുടെ തട്ടിപ്പ് നടത്തിയത്. സപ്ലൈകോയുടെ കടവന്ത്ര ഔട്ട്ലെറ്റിലാണ് തട്ടിപ്പ് നടന്നത്. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരനൊപ്പം ചേരുന്നു. ജിജീഷ്, ആദ്യം സബ്സിഡി സാധനങ്ങൾ പോലും കൊടുക്കാതെ സാധാരണക്കാരെ, പാവങ്ങളെയാണ് തട്ടിപ്പ് നടത്തി പറ്റിച്ചത്. ഇപ്പോൾ ഉള്ളിലല്ലാതെയും തട്ടിപ്പുകൾ നടക്കുന്നു. വിവരങ്ങൾ. കൃഷ്ണ, തീർച്ചയായും ഈ സപ്ലൈകോ കേന്ദ്രീകരിച്ചുള്ള തട്ടിപ്പിന്റെ നിരവധി വിവരങ്ങൾ പല ഘട്ടങ്ങളിലായി നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതിന്റെ ഒരു തുടർച്ച എന്ന് തന്നെ, അതായത് എത്രമാത്രം വലിയ ക്രമക്കേടുകളാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കുന്നത് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയാണ്. കഴിഞ്ഞ നവംബർ ജനുവരി മാസങ്ങളിലായിട്ടായിരുന്നു ഈ തട്ടിപ്പ് നടന്നത്. മുംബൈയിലെ ജീവ ലൈഫ് സ്റ്റൈൽ പ്രൈവറ്റ് ലിമിറ്റഡ്, ഒപ്പം തന്നെ SS എംപയർ, രാജസ്ഥാനിലെ പട്ടാഡിയ പ്രദേശ് എന്നീ കമ്പനികളുമായാണ് സപ്ലൈകോ മുൻ അസിസ്റ്റന്റ് മാനേജർ സതീഷ് ചന്ദ്രൻ കരാറിൽ ഏർപ്പെട്ടത്. 7 കോടിയുടെ കരാറിൽ 3 കോടി നൽകി ചോളം വാങ്ങി മറച്ചു വിൽക്കുകയാണ് ചെയ്തത്. ബാക്കി 4 കോടി നൽകാത്തതിനെ തുടർന്ന് കമ്പനികൾ സപ്ലൈകോയെ സമീപിച്ചതോടെയാണ് ഈ വലിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത്. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും ഒപ്പം തന്നെ GST നമ്പർ ദുരുപയോഗം ചെയ്തുമുള്ള തട്ടിപ്പാണ് സതീഷ് കുമാർ നടത്തിയത് എന്നും അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സപ്ലൈകോയുടെ 2 മെയിൽ ഐഡികൾ വഴിയാണ് വ്യാജ പർച്ചേസ് ഓർഡറുകൾ അടക്കം അയച്ചു നൽകിയത്. GST നമ്പർ ദുരുപയോഗം ചെയ്തും സപ്ലൈകോയുടെ GST അക്കൗണ്ടിൽ GST ബിൽ അപ്ലോഡ് ആക്കാനും ഇടയാക്കിയിരുന്നു. ഇതെല്ലാം തട്ടിപ്പ് പുറത്തു വരുന്നതിന് ഒരു കാരണമായി. വലിയ സംശയങ്ങൾ, അല്ലെങ്കിൽ ഇയാളുടെ പ്രവർത്തനങ്ങളിൽ വലിയ സംശയങ്ങൾ നേരത്തെ തന്നെ മറ്റു ചില ഉദ്യോഗസ്ഥർക്ക് തോന്നുകയും ചെയ്തിരുന്നു. സപ്ലൈകോ മാനേജർ നൽകിയ പരാതിയിലാണ് കടവന്ത്ര പോലീസ് സതീഷ് കുമാറിനെതിരെ വ്യാജരേഖ ചമച്ചത് അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തി ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. പ്രതിക്ക് സപ്ലൈകോ ജീവനക്കാരുടെ സഹായവും ലഭിച്ചിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു അന്വേഷണത്തിലേക്ക് കൂടി പോലീസ് വിശദമായ അന്വേഷണം തന്നെ വേണം. വ്യാജ പർച്ചേസ് ഓർഡർ ഉണ്ടാക്കിയും GST നമ്പർ ദുരുപയോഗം ചെയ്തും 7 കോടിയുടെ തട്ടിപ്പാണ് സപ്ലൈകോ കടവന്ത്ര ഔട്ട്ലെറ്റിൽ നടത്തിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ. വാർത്തയുടെ വിശദാംശങ്ങൾ അടുത്ത ബുള്ളറ്റിനുകളിൽ വിശദമായി നൽകേണ്ടി വരും.